ഈ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടിട്ടുള്ളത് ഹോളിവുഡ് സയൻസ് ഫിക്ഷൻ സിനിമകളിൽ മാത്രമാണ്. എന്നാൽ ഇത് യാഥാർത്ഥ്യമാകാൻ പോവുകയാണോ? നമ്മുടെ ഭൂമിയുടെ അവസാനം അടുത്തെത്തിയോ? ഒരുപാട് പേരുടെ ഉറക്കം കെടുത്തുന്ന സംശയമാണിത്. ഇതേക്കുറിച്ചൊരു അന്വേഷണമാണ് ഇവിടെ. സൗരയൂഥത്തിൽ ജീവന്റെ കണികയുള്ള ഏക ഗ്രഹം, സൗരയൂഥത്തിലെ തന്നെ ഏറ്റവും സുന്ദരമായ വസ്തു. ടെറ എന്നും നീലഗ്രഹമെന്നും വിളിപ്പേരുള്ള നമ്മുടെ ഭൂമിയുണ്ടായിട്ട് 450 കോടി വർഷങ്ങൾ പിന്നിട്ടു. ജീവജാലങ്ങളുടെ ആദ്യ രൂപമുണ്ടായിട്ട് 1 ലക്ഷത്തിലേറെ വർഷങ്ങളും പിന്നിടുന്നു. പതിനേഴ് ലക്ഷത്തിലേറെ ലിവിംഗ് സ്പീഷീസ്, അതിൽ മനുഷ്യനെന്ന ബുദ്ധിശാലിയായ ജീവിവർഗം. ഇന്ന് ഭൂമിയെ ഭരിക്കുന്നത് മനുഷ്യനാണ്. എന്നാൽ നിയന്ത്രിക്കുന്നത് മനുഷ്യനല്ല. മനുഷ്യ സാധ്യമല്ല ഈ നിയന്ത്രണം. അതുകൊണ്ട് തന്നെയാണ് ഭൂമിയെ വലിയൊരു അപകടത്തിൽ നിന്ന് രക്ഷിക്കാൻ നമുക്ക് കഴിയുമോ എന്ന ചോദ്യം പ്രധാനപ്പെട്ടതാവുന്നത്. ഈ വർഷം, അതായത് 2012 ലോകം അവസാനിക്കുമെന്നാണ് പ്രവചനങ്ങൾ. എന്ന പുതുവർഷത്തിന്റെ ആഘോഷലഹരി അടങ്ങും മുമ്പേ ആശങ്കയുടെ കരിനിഴൽ പടർത്തുന്ന പ്രവചനങ്ങൾ. സംസ്കാരത്തിന്റെയും ശാസ്ത്രത്തിന്റെയും മതത്തിന്റെയും പിൻബലമുണ്ടെന്ന് അവകാശപ്പെടുന്ന ഈ പ്രവചനങ്ങൾ ഫലിക്കുമോ? ഈ അപകട ഭീഷണിയെ മറികടക്കാൻ നമുക്കാവുമോ? ചോദ്യങ്ങൾ പലതാണ്. ആധുനിക കലണ്ടറുകളോടെ കിടപിടിക്കുന്ന രീതിയിൽ 5000-ലധികം വർഷം പഴക്കമുള്ള കലണ്ടർ നിർമ്മിച്ചവരാണ് മായന്മാർ. മായൻ സംസ്കാരത്തിന്റെ അവശിഷ്ടമായി ലഭിച്ച ശിലാഫലകങ്ങളിൽ ഭൂമിയുടെ അവസാനമായി പറയുന്നത് AD 2012 ഡിസംബർ 21-നാണ്. എന്നാൽ ഉയർന്ന ചോദ്യം ഇതാണ്: മായൻ കലണ്ടറിന്റെ അവസാനം ഭൂമിയുടെയും അവസാനമാകുമോ? ലോകാവസാനത്തെക്കുറിച്ച് പ്രവചിക്കുന്നവർ പറയുന്നത് 7ഓളം കാരണങ്ങളാണ്. ഇതിൽ പ്രധാനം മായൻ കലണ്ടറാണ്. മായൻ സംസ്കാരത്തിന്റെ തെളിവായി ലഭിച്ച മായൻ പുരാരേഖയിൽ അവരുടെ ശിലാഫലകത്തിൽ പറയുന്നത് AD 2012 ഡിസംബർ 21-ന് ലോകം അവസാനിക്കുമെന്നാണ്. BC 3114 ആരംഭിക്കുന്ന മായൻ കലണ്ടർ 525 വർഷത്തെ കാലഗണനയാണ് പറയുന്നത്. വാനനിരീക്ഷണത്തിൽ തൽപരരായിരുന്ന മായൻ ജനത 20 ദിവസങ്ങളുള്ള 13 മാസങ്ങളായി ഒരു വർഷത്തെ കണക്കാക്കിയിരുന്നു. അവരുടെ ഭാഗ്യസംഖ്യ കൂടിയായിരുന്നു 13. ഈ മായൻ കലണ്ടറിന്റെ അകത്ത് ചില ബിംബങ്ങളെ കാരണം ദൈവങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടാണ്. കാരണം ഈ 2012 ഈ ഡേറ്റിന് ശേഷം സൂര്യൻ ചോർന്നു 13ന്റെ ദൈവം
താഴേക്ക് ഇറങ്ങി വരും. അപ്പോൾ ആ ബിംബങ്ങളെ ഇത് ലോകാവസാനത്തിൻ്റെ ബിംബങ്ങളാണ് എന്നുള്ള തരത്തിൽ വായിക്കുന്ന ഒരു രീതി ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇത് മാത്രമല്ല എന്ന് പറഞ്ഞാൽ ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് ഇതൊരു കൾട്ടായിട്ട് ഉയർന്നു വന്നു എന്ന് മാത്രമേ ഉള്ളൂ. എന്നാൽ മായൻ കലണ്ടർ അവസാനിക്കുന്നിടത്ത് ലോകാവസാനം ഉണ്ടാകുമെന്നുള്ളത് ആധുനിക ശാസ്ത്രത്തിന് ദഹിക്കാത്ത ഒന്നാണ്. അതിനെ വിദഗ്ധന്മാർ പറയുന്ന കാരണം ഇതാണ്. 2012 മായൻ കലണ്ടർ അവസാനിക്കുന്നത് പുതിയൊരു കലണ്ടറിനും പുതിയൊരു കാലഗണനയ്ക്കുമാണ്. അല്ലാതെ 400 കോടി വർഷത്തെ ആയുസ്സുള്ള ഭൂമിക്ക് മായൻ പുരാരേഖ അവസാന വാക്കല്ല. അവർ കലണ്ടർ കാൽക്കുലേഷൻ നടത്തിയിരുന്നത് സൈക്ലിക് ആയിട്ട് കുറേ കാലത്തെ ഒരുമിച്ച് കാൽക്കുലേറ്റ് ചെയ്യും, ദെൻ അടുത്ത സൈക്കിൾ പുതുതായിട്ട് നിർവചിക്കും, അങ്ങനെയായിരുന്നു. അപ്പോൾ ഏതാണ്ട് 5100ഓളം വർഷത്തെ ഒരു സൈക്കിൾ, അതിനുശേഷം അടുത്ത സൈക്കിൾ ഉണ്ട്. അപ്പോൾ അത് വേറെ കലണ്ടറിലായിരിക്കും. ഇപ്പോൾ നമ്മുടെ ഒരു കലണ്ടർ ഒരു വർഷം 365 ദിവസം കഴിയുമ്പോൾ തീരും, എന്നിട്ട് പുതിയ സൈക്കിൾ തുടങ്ങും. മായൻ സംസ്കാരത്തിന്റെ അവശിഷ്ടങ്ങളുള്ള മെക്സിക്കോയിലെ ഒരു നഗരത്തിൽ ഒരു കൗണ്ട് ഡൗൺ ടൈമർ പ്രവർത്തിച്ചു തുടങ്ങി. നമ്മുടെയും സമയം കുറഞ്ഞു വരികയാണ്. ബാക്കി വിവരങ്ങൾ ഇടവേളയ്ക്ക് ശേഷം.